ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറിനെ പറ്റിയാണ്. നമ്മൾ പലധികം ബ്രൗസേഴ്സ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു സിസ്റ്റം മേടിക്കുകയാണെങ്കിൽ, ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ക്രോമെന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടികളൊന്ന് തുടങ്ങുക. ഓക്കെ, ആ ഒരു ക്രോം എന്ന് പറയുന്ന ബ്രൗസറിൻ്റെ ഹൈപ്പിൻ്റെ അത്രയും വേറൊരു ബ്രൗസർ വന്നിട്ടില്ല. പക്ഷേ ക്രോമിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത് ഇത്തിരി ഇപ്പം സെക്യൂരിറ്റി വിഷയങ്ങളുള്ളതുകൊണ്ട് മിക്കവരും അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും തിരിച്ച് എഡ്ജിലേക്ക് വരുവാണ്. കാരണം എഡ്ജിൽ ഇപ്പോൾ നമുക്ക് നല്ല AI സെറ്റപ്പൊക്കെ വരുന്നുണ്ട്, മറ്റേ ബിങ്ങിൻ്റെ AI. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതെല്ലാം ടോപ്പിക്ക് ഇപ്പം കുറേയധികം ബ്രൗസേഴ്സ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. VPN ഇൻബിൽട്ട് ആയിട്ടുള്ളതും സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറേ ബ്രൗസേഴ്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ ചെയ്തിട്ടുള്ളത് സെയിം സെറ്റപ്പാണ്. നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു ഹോം പേജ് ഉണ്ടാവും, പൊക്കത്തെ ടാബ്സ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു പ്ലസ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ഡിസൈൻ സെറ്റപ്പ് ഫുള്ള് റീഡിസൈൻ ചെയ്തിട്ട് വേറൊരു എഫക്റ്റീവ് വേറൊരു ബ്രൗസിങ് എക്സ്പീരിയൻസിലേക്കാണ് ഈ ഒരു ആർക്ക് ബ്രൗസർ എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനിയുടെ ഈ ഒരു ബ്രൗസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആർക്ക് ബ്രൗസറിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു വിഷയം, ആർക്ക് ബ്രൗസർ ഇപ്പോൾ നിങ്ങൾക്ക് മാക് OSൽ മാത്രമേ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. മാക് OSും അതുപോലെ തന്നെ ഐഫോൺസിലും. ഓക്കെ, ആൻഡ്രോയിഡ് ഡിവൈസസിലോ വിൻഡോസിലോ ഇപ്പോൾ അവർ ആ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വൈകാതെ വരുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു വിഷയമുള്ളത്, ഈ ഒരു ആർക്ക് ബ്രൗസർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു ആർക്ക് ബ്രൗസറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിൽ ആയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ആർക്ക് ബ്രൗസർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് ആർക്ക് ബ്രൗസറിൻ്റെ സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇമെയിൽ അടിക്കാം. അവർക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഇടും. ഓക്കെ, ആ ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ഒരു ആർക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർക്ക് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു ആർക്ക് ബ്രൗസറിൻ്റെ വെബ്സൈറ്റിൽ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിപ്പം ഇത് മാക്കിലാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് മാക്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളത് മാക്ബുക്കിൻ്റെ ആ ഒരു M2 Pro ആണുള്ളത്. ഓക്കെ, 14 ഇഞ്ച്. അപ്പം അതിൻ്റെ ഓൾറെഡി നമ്മളൊരു അൺബോക്സിംഗ് പ്ലസ് ഇനീഷ്യൽ ഇംപ്രഷൻ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല, ഞാൻ പൊക്കത്ത് കൊടുത്തിരിക്കാം, ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആ ഒരു ആർക്ക് ബ്രൗസറിൻ്റെ സൈറ്റ് ചെല്ലാം. അവരുടെ സൈറ്റും ഇത്തിരി വിഷയമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിനെതിരെ എല്ലാം. അതിനായിട്ട് നമ്മളിപ്പം ആപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സഫാരിയാണ് അവരുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു ബ്രൗസർ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു ആർക്ക് ബ്രൗസർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ആർക്ക് ബ്രൗസർ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ ആ ഒരു ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതാണ് ആ ഒരു വെബ്സൈറ്റിനെ പറ്റി പറയാനായിട്ട് നമ്മൾ ആദ്യം ഫുൾ സ്ക്രീൻ ഇടുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു വെബ്സൈറ്റ്. കാണുമ്പോൾ തന്നെ വെറൈറ്റി ആണ്. ഇവിടെ ഒരു ഈസ്റ്ററൊക്കെ ഉള്ളത്. നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ടോ ഒരു ആനിമേഷൻ കാണാം. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. അത് വൻ വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു ഡെമോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ട്രൈ ടു യുവർ സെൽഫ് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ ആ ഒരു ഇമെയിൽ, ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയുള്ള ആ ഒരു ഇമെയിൽ നമ്മൾ കൊടുക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ആ ഒരു ഇനിഷ്യൽ സെറ്റപ്പിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ ആർക്ക് ബ്രൗസർ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഒരു വൺ യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അത് കിഡിലിനാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ ഒരു ആർക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ഒരു അക്കൗണ്ട് ചേരണം. അപ്പം അക്കൗണ്ട് ഫസ്റ്റ് നമുക്ക് ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് സ്കിപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അക്കൗണ്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു യൂസർ ഇൻ്റർഫേസിലേക്കാണ് ഫസ്റ്റ് തന്നെ അവർ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അവിടെ മീറ്റ് ആർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പം അതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബ്രൗസറിൻ്റെ പ്രത്യേകത വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷനൊക്കെ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ കാണുന്ന ഈ സംഭവങ്ങളുണ്ട്, ഈ ന്യൂ ടാബിന് താഴെ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഓരോ ടാബുകളാണ്. പക്ഷേ ഈ ടാബ് ഓപ്പൺ ആയി വരുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടോ, ലോഡിങ് ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ആയി വരുന്നത് അതേപോലെയാണ് ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത്. അതുപോലെ തന്നെ താഴെ തന്നെ വീണ്ടും വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ സ്പോട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതല്ല ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ അവിടെ ഒരു വേറൊരു ടാബ് ഉണ്ട്, ഏറ്റവും മേളിൽ തന്നെ ഈ ഒരു ടാബ്. ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ടൂർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട്.
അപ്പം ഇത്രയും തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ഇനിയുള്ള ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതായത് നമുക്ക് ഇതിനകത്ത് ഓരോ സ്പേസസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ സ്പേസസിലും നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റൊക്കെ ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ന്യൂ സ്പേസ്, അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ന്യൂ സ്പേസ് ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പേസിനൊരു പേര് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബ് എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ഐക്കൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഐക്കണും സെറ്റ് ചെയ്യാം. അപ്പം ഇതൊരു സ്പേസ് ആയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ചൊരു ഫ്ലോഡർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫ്ലോഡറിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റ് ഓൾറെഡി ലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം ഈ ഒരു സ്പേസിൻ്റെ അടിയിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു ഫ്ലോഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫ്ലോഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പ്ലസ് ബട്ടൻ്റെ അവിടെ ന്യൂ ഫോൾഡർ ഉണ്ട്. അപ്പോൾ ആ ഒരു ന്യൂ ഫോൾഡറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫ്ലോഡറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ മെയിൻസ് എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂ ടാബ് എടുത്തിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യാണ്. അത് ഓൾറെഡി ഉണ്ട് യൂട്യൂബ്. ഓക്കെ, അപ്പം യൂട്യൂബ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ യൂട്യൂബ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു മെയിൻസിൻ്റെ അകത്ത് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു യൂട്യൂബ് ആ ഒരു മെയിൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ സേഫ് ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ, ഇപ്പം ട്വിറ്ററിനാണെങ്കിൽ ട്വിറ്റർ എടുക്കുക. ആ ഒരു ട്വിറ്റർ എടുത്തിട്ട് നമ്മളിത് ഡ്രാഗ് ചെയ്ത് ഈ മെയിൻസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര സ്പേസ് വേണോ അത്രയധികം സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ സ്പേസിനും അതിൻ്റേതായിട്ടുള്ള ടാസ്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അതുപോലത്തെ അങ്ങനത്തെ സൈറ്റൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ നെറ്റ്വർക്കിന് വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അതിട്ട് അതിനകത്ത് നിങ്ങളുടെ ആ എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ആ ഒരു വെബ്സൈറ്റിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് സ്പേസസ് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വൻ വിഷയമാണ്, നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൽസിൽ ഇപ്പോൾ ഓൾറെഡി 2 വെബ്സൈറ്റ്സ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആയി വരുന്ന സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. അപ്പോൾ യൂട്യൂബ് നമ്മൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ പെട്ടെന്ന് തന്നെ അത് ലോഡായി നിൽക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇപ്പം തൽക്കാലത്തിന് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു മിനിമൈസിൻ്റെ ബട്ടൺ, ആ ഡാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ മൈനസ് ചെയ്ത് അതും ക്ലോസ് ആവും. ഇനിയിപ്പോൾ ഈ ഒരു സ്പേസിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സും കൂടി ഉണ്ട്. ഇഡൻ ആയിട്ടുള്ള സെറ്റിങ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സ്പേസിൻ്റെ പേരാണ്. അതിൻ്റെ അടുപ്പുറത്ത് തന്നെ ഒരു പെയിൻറ്റ് ബ്രഷ് ഉണ്ട്. ആ പെയിൻറ്റ് ബ്രഷ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പേസിന് ഒരു പ്രത്യേകം തീം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ആയിട്ട് റെഡ് തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, റെഡ് തന്നെ ഇത് ഇത്തിരി കഷ്ടപ്പാടാണ്. അതുപോലെ നിങ്ങൾക്ക് പല രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വിസിബിലിറ്റി, ആ ഒരു ഒപ്പാസിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാർക്ക് കളർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഡാർക്ക് കളർ അല്ല, നിങ്ങൾക്കൊരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് കാണോ ഒരു തരുവരിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് രണ്ടാമത്തെ സ്പേസാണ്. നമ്മൾ ആദ്യം ഇത് ആർക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫാൾട്ടായിട്ടൊരു സ്പേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാക്ക് പാഡിൽ 2 കൈ കൊണ്ട് സ്ക്രോൾ ചെയ്താൽ മതി. ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ അത് ആദ്യത്തെ സ്പേസിലേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പേസ് 1 എന്ന്. ഓക്കെ, അപ്പോൾ ഒരു മറ്റേതിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്പേസ് ഉണ്ടോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇനി സ്പേസ് 1ലേക്ക് വരികയാണ്. ഇനിയിപ്പം ഡൗൺലോഡ്സും അങ്ങനത്തെ സെറ്റിങ്സൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യാം. സ്പേസ് 1 വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. നമ്മുടെ മീഡിയാസ് നമുക്ക് പ്രീ അപ്ലോഡ് ചെയ്ത് ഇവിടെ വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡൗൺലോഡ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള നോട്ട്സ്, ഇപ്പോൾ കൊളാബറേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ നോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പേസസിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് കണ്ടോ. സ്പേസ് 1 യൂട്യൂബ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്പേസാണ്. അതുപോലെ നമുക്ക് സ്പേസ് 3 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പേസിന് നേരത്തെ പറഞ്ഞ പോലെ കുറേ എണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഇത്തിരി വിഷയമായിരിക്കും, വീഡിയോ നല്ല രീതിയിൽ നീളും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഈ ആർക്ക് ബ്രൗസറിനെ പറ്റി പറയാൻ. ഓക്കെ, അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മേളിൽ വന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് കാണാൻ പറ്റും. ആർക്കിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെറ്റിങ്സിലേക്ക് പോകാം. എന്നിട്ട് അങ്ങനെ സെറ്റിങ്സ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ആർക്ക് ബ്രൗസറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെന്ന് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ അയക്കും. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആർക്ക് ബ്രൗസറിനെ പറ്റി പറയാനുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ഒരു ബ്രൗസിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ടത്തെ ആ ഒരു ബ്രൗസർ സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടാബ് ചെന്നിട്ട് സെർച്ച് ചെയ്യുന്ന പരിപാടി,
അത് കുറേ നാൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഈ ഒരു പുതിയ സെറ്റപ്പിലേക്ക് മാറുമ്പോൾ കുറച്ച് വിഷമമായിരിക്കും. പക്ഷേ ഇതിനകത്ത് ആ ഒരു സ്പേസിൻ്റെ ആ ഒരു ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. ആ ഒരു ടാബ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഡിംഗ് സ്ക്രീനോ ബഫറിങ്ങിൻ്റെ സെറ്റപ്പോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നത് അതേപോലെയാണ് നമുക്കത് ഓപ്പണായി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അടിപൊളിയാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി മൂവ് ആണ് ഈ ഒരു ബ്രൗസർ കമ്പനിയുടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഈ ഒരു ആർക്ക് ബ്രൗസറിനെ പറ്റി പറയാനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കണമെങ്കിൽ ആ ഒരു വെയിറ്റ് ലിസ്റ്റിൽ പോയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടിപ്പ്.